ആശ്രയിച്ചിരുന്ന പകൽ നമുക്ക് ചില വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിക്കുവാൻ അനുവാദം ചോദിച്ചു. സ്തോത്രം. ഈ ഒരു വചന അധ്യായത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തെവിടെയും ആ ദേശത്തൊക്കെ സഞ്ചരിച്ച് കർത്താവിന്റെ വചനം സംസാരിക്കുന്നു. പട്ടണങ്ങൾ തോറും ദേശങ്ങൾ തോറും ദൈവവചനവുമായി പോകുന്നു. പെട്ടെന്ന് ആത്മാവ് കർത്താവിനോട് ഇടപെടുന്നു. നിങ്ങൾ മറ്റൊരു ദേശത്തേക്ക് യേശുവിനെ കർത്താവ് അയക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പടക് കയറി ഗരസന്യ ദേശത്ത് അവിടെ എത്തുന്നു. എന്നാൽ അവിടെ എത്തുമ്പോൾ വളരെ നാളായി ബഹുഭൂതങ്ങൾ ബാധിച്ച് അതായത് വർഷങ്ങളും അധികമാണ്, ഭൂതങ്ങളും അധികമാണ്. ഒരു മനുഷ്യൻ അവിടെയുണ്ട്. ആ മനുഷ്യൻ വീടുകളിൽ പാർക്കാതെയും വസ്ത്രം ധരിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ശവകല്ലറകളിലാണ് അയാൾ താമസിക്കുന്നത്. സ്തോത്രം. അതോടൊപ്പം തന്നെ ആ മനുഷ്യനെ ചങ്ങലക്കിടും. എന്നാൽ ആ പിശാചിന്റെ ശക്തിയാൽ ആ ചങ്ങലകളെ ബ്രേക്ക് ചെയ്ത് പലപ്പോഴും കാടുകളിലും മലകളിലും ഒക്കെയും ആ മനുഷ്യൻ എഴുന്നേറ്റ് തന്റെ ശരീരത്ത് മുറിവുകൾ ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്രം. എന്നാൽ യേശുവിനെ കണ്ടതും ആ മനുഷ്യൻ ചോദിച്ചു. സ്തോത്രം. ഈ വിഷയത്തിന്റെ പ്രസക്തിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതവുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെയേറെ സിമിലാരിറ്റീസ് ഉള്ള വ്യക്തിയാണ് ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ ശരീരത്തിൽ പ്രയാസമുണ്ട്. ആ മനുഷ്യന്റെ മെന്റലി ചലഞ്ചിനാണ് പ്രയാസമുണ്ട്. ഫിസിക്കലി പ്രയാസമുണ്ട്. ഇമോഷണലി പ്രയാസമുണ്ട്. അതായത് കർത്താവ് പല സൗഖ്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആണ്. അവന്റെ ജീവിതത്തിലെ ഒരു മേഖല പോലും തകരാത്തതല്ല. നോ ഫാമിലി, no job, no relatives, no food, no shelter, no spiritual life. ഏത് ആംഗിളിൽ നോക്കിയാലും തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിച്ച ഒരു ദൈവശക്തിയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ സകലത്തിന് തകർന്നിരുന്നാലും അവനെ തേടി വന്ന ഒരു യേശുവിന്റെ സ്നേഹമുണ്ട്. സ്തോത്രം. ഒരു മനുഷ്യന്റെ മുന്നിലും അവൻ മാന്യനല്ല, ഒരു മനുഷ്യന്റെ മുന്നിലും അവൻ വലിയവനല്ല. പക്ഷേ കർത്താവ് എല്ലാവരും യുണീക്കാണ്. നമ്മളെ എല്ലാവരും ഭയങ്കരമായിട്ട് കർത്താവ് ഓരോ വ്യക്തികളെയും ദൈവം സ്നേഹിക്കുന്നവരാണ്. അവിടെയാണ് പറയുന്നത്, യേശു ആ മനുഷ്യന്റെ അടുത്ത് വരുമ്പോൾ ആ ഉണ്ടായ അനുഭവങ്ങളും അവിടെ ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ സകല പാവങ്ങൾക്കും നമ്മുടെ സകല ആവശ്യങ്ങൾക്കും നമ്മുടെ സകലത്തിന്മേലുള്ള ജയമാണ്. ക്രൂശിലെ ജയാളിയായ ക്രിസ്തു ഇന്ന വിഷയത്തിൽ നിന്നല്ല, വാട്ട് എവർ ഫീൽഡ്, എവിടെയാണോ നമ്മൾ തകർന്നത്, നമുക്കൊരു മനുഷ്യരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. നമുക്ക് ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ, പക്ഷെ നമ്മൾ മെന്റലി ചലഞ്ചാണ്. നമുക്ക് ഡിപ്രസ്, ആൾക്കാരുടെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പകൽ യേശു പറയുന്നു, യേശുവിനെ ടച്ച് ചെയ്യാൻ കഴിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, ഒരു മേഖലയുമില്ല കർത്താവിനെ നമ്മളെ തൊടുവാൻ കഴിയാത്തതായിട്ട്. സ്തോത്രം. എന്നാൽ യേശുവിന്റെ സ്നേഹം അവിടെ വരുമ്പോൾ ആരും സംഭവിക്കുന്നത്, യേശു തേടി വരുന്ന യേശുവിന്റെ സ്നേഹത്തിന് ബ്ലോക്കേജ് ആണ്. അവർ ആ പടകിൽ കയറി വരുമ്പോൾ അവിടെ കാറ്റടിക്കുന്നു. അവിടെ ആ വെള്ളത്തിന്റെ കോപത്തെ യേശു ശാസിച്ചിട്ടാണ് വരുന്നത്. സിറ്റുവേഷൻസ് എതിരാണെങ്കിലും കർത്താവ് നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ കർത്താവ് നമ്മളെ തേടി വരും. സ്തോത്രം. ആ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ആ വരാനുള്ള മാർഗങ്ങളോ ഒന്നുമല്ല. കാരണം അതാണ് വ്യത്യാസം. കർത്താവ് ദൈവമാണ്. സ്തോത്രം. ദൈവം മനുഷ്യൻ നമ്മുടെ വ്യത്യാസം. മനുഷ്യൻ പല സിറ്റുവേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ ഫേവേഴ്സ് വർക്ക് ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ യേശു ആ മനുഷ്യനെ തേടി വന്നു. ഒന്ന്, കർത്താവ് തേടി വന്ന സ്നേഹം. രണ്ടാമത്തെ കാര്യം, there was no recommendation for him. Hallelujah. അവൻ തന്നെത്താനെ നിലവിളിക്കുന്ന ദൈവസന്നിധിയിൽ നമ്മൾ യായിറോസിന്റെ മകൾക്ക് വേണ്ടി യായിറോസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പാരലൈസ്ഡ് ആയ മനുഷ്യനെ സഹായിക്കാൻ അവരുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. കനാവിലെ കല്യാണത്തിന് മറിയ വന്ന് കർത്താവിനോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. ലാസർ മരിച്ചപ്പോൾ ലാസറിന്റെ സഹോദരിമാരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഭൂതഗ്രസ്തന് വേണ്ടി ഒരു റെക്കമെൻഡേഷനും ഇല്ല കേട്ടോ. കർത്താവ് കണ്ടുവരിക. കാരണം നമ്മളെല്ലാം നമ്മുടെ സൃഷ്ടികള്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇട്ടുവൽ നിൽക്കാനോ ചിലപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇവരുടെയൊക്കെ ഫാമിലി, ഇവർക്ക് എന്താണ് എത്ര പേര് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, ഐ ഡോണ്ട് ഹാവ് എനി ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് കർത്താവിനെ അധികമൊന്നും അറിയത്തില്ല. പക്ഷെ യു ഡോണ്ട് വറി, നമ്മളാണ് ഏറ്റവും കർത്താവിന്റെ മുന്നിൽ മാന്യം. കാരണം കർത്താവ് നമ്മളെ തേടി വരും. നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ somebody is there, it's good. പക്ഷെ എന്നിരുന്നാൽ പോലും ആരുമില്ലാത്തപ്പോഴും നമ്മളെ തേടി വരുന്ന യേശുവിന്റെ സ്നേഹമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ ഒരു കാര്യം കർത്താവിനോട് സംസാരിച്ചൊരു വിഷയം, അവന്റെ ശരീരത്തിലുള്ള ഭൂതങ്ങൾ, അതായത് ലഗ്യോൻ യേശുവിനെ കണ്ടു പറഞ്ഞു, അയ്യോ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര. ആ പറയുന്ന സമയത്താണ് അവിടെ
ഗ്ലോറി അല്ലെങ്കിൽ ആ കരുണ ആക്ടിവേറ്റ് ചെയ്യുവാണ്. സൗഖ്യത്തിന്റെ ആ കരം അവിടെ വ്യാപരിക്കുകയാണ്. യേശു ദൈവപുത്രൻ എന്ന് അക്നോളജ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങളിൽ മാറ്റം വരുന്നത്. നമ്മൾ പലപ്പോഴും ഒത്തിരി കാര്യവും ഒത്തിരി പ്രാർത്ഥിക്കും, എന്നിട്ട് ഓർക്കുന്നതേമേ എന്താ ഇതിന്മേൽ ഒരു റിലീഫ് ഇല്ലാത്തത്. എന്നാൽ കരുണ ആക്ടിവേറ്റ് ആയത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. യേശു ദൈവം എന്ന് വാക്ക് ഏറ്റു പറയുന്നവർക്ക് ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം തന്നു. മക്കളെങ്കിൽ നമ്മൾ അവകാശങ്ങളുമാണ്. സ്തോത്രം. നമുക്ക് ഒന്നിനും കുറവില്ല നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പക്ഷേ പലപ്പോഴും കർത്താവിനെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. 8-ാം അധ്യായം അതിന്റെ 35 പറയുന്നു, ആ ജനം യേശുവിനെ കണ്ടിട്ട്, അതായത് കണ്ടു നിന്ന മനുഷ്യർ പേടിച്ചിട്ട് പറയുക, അയ്യോ യേശുവെ ഞങ്ങളെ വിട്ടു പോകണമേ. അവർ ആ അത്ഭുതം കണ്ട് പേടിച്ചു പോയി. ഇത് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം അല്ലെങ്കിൽ വിശ്വാസികളായിട്ട് നമ്മൾ പറയുന്ന സമൂഹത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് അത്ഭുതം കണ്ട് പേടിച്ചു പോയി. അതിന് മുന്നത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടപ്പോൾ അവർ സംഭ്രമിച്ചു. ഇവിടെ അവർ അത്ഭുതം കണ്ട് ഇവർ പേടിച്ചിട്ട് യേശുവിനെ ഓടിക്കുവാണ്. സ്തോത്രം. 2 വ്യത്യാസങ്ങളാണ്. ഫസ്റ്റ് സെഷനിൽ ആ അത്ഭുതം കണ്ടു നിന്ന് പേടിച്ചവരും അനുഭവിച്ച് പേടിച്ചവരും തമ്മിൽ വ്യത്യാസമുണ്ട്. വൺ ഈസ് ലൈക്ക് യു ആർ എക്സ്പീരിയൻസിങ് ദ ടെറിഫിക് മിറക്കിൾസ് ഫ്രം ക്രൈസ്റ്റ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കത് അത്ഭുതങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. പലപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ആരെങ്കിലും ഒരു അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ദൈവദാസം വന്നപ്പോൾ നമ്മളതിനെ ലിമിറ്റ് ചെയ്യും. പക്ഷെ നമ്മളതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന റോങ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 പേര് കറക്റ്റായിരിക്കാം, 3 പേര് കറക്റ്റായിരിക്കാം. പക്ഷെ ഏത് സഭയിൽ അത്ഭുതം കണ്ടാലും അത് മുഴുവൻ നമ്മൾ തെറ്റാന്ന് പറയുവാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാലഘട്ടത്തിൽ നമ്മൾ എത്തിക്കഴിയും. കാരണം നമ്മൾ ഇന്നലെ അതാണ് കേട്ടത്. നമ്മുടെ യേശു ഒരിക്കലും അത്ഭുതം അടയാളങ്ങളും ഒന്നും ചെയ്യാതെ ഈ കാലഘട്ടത്തിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ കർത്താവ് പണ്ട് എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ നമ്മുടെ കർത്താവ് എന്നേക്കും ഈ കാലഘട്ടത്തിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ കർത്താവ് പണ്ട് എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ നമ്മുടെ കർത്താവ് എന്നേക്കും അനന്യനാണ്. സ്തോത്രം. അവന്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. സ്തോത്രം. അവൻ വീരനാം ദൈവമാണ്. സ്തോത്രം. അവന്റെ ശക്തി അപ്രമേയമത്രേ. സ്തോത്രം. ഇവിടെ ആ ഒരു 2 ഗ്രൂപ്പില് ഒന്ന് അവർക്ക് റെവലേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അത് മനസ്സിലാകുന്നത് യേശു ദൈവത്തിനാണെന്നും യേശുവിന് ഇത് കഴിയുന്നു, യേശു ഈ നിമിഷം എന്നെ തൊട്ടാൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മിറക്കിൾ നടക്കുന്നു. നമ്മുടെ ഹൃദയ വിശാലത നമുക്ക് വരാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. സ്തോത്രം. കർത്താവ് നമുക്ക് ആ ഒരു വിൽ പവർ തന്നിട്ടുണ്ട് ആ വിഷയത്തിന് വേണ്ടി. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എറൈസ് ആൻഡ് ഷൈൻ. നമ്മുടെ തീരും അതാണ്. എറൈസ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോയി, അല്ലെങ്കിൽ പിശാച് നമ്മളെ എവിടെയോ ഇരുത്തി. അതുകൊണ്ടാണ് എറൈസ് എന്ന വാക്കിന് മീനിങ് ഉള്ളത്. എറൈസ് ആൻഡ് ഷൈൻ. എവിടെ നിന്നാണ് നമ്മൾ എറൈസ് ചെയ്യേണ്ടത്? നമ്മുടെ ആത്മീയ കണ്ണുകളെ കുരുടാക്കിയ അനുഭവങ്ങളിൽ നിന്നാണ് ഇന്ന് പകൽ സഹോദരിമാരായി നമ്മൾ ഒരുമിച്ച് എഴുന്നേൽക്കേണ്ടത്. സ്തോത്രം. കർത്താവിന്റെ ശക്തിക്ക് ആ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആത്മാവിലേക്ക് നമ്മൾ എത്തണം. സ്തോത്രം. നമ്മൾ കർത്താവിനെ ഒതുക്കുന്നവരായിട്ടല്ല, കർത്താവ് ചെയ്യുന്ന അതിശയ പ്രവൃത്തികളെ, കർത്താവ് ചെയ്യുന്ന വീരപ്രവൃത്തികളെ നമ്മൾ ഒതുക്കിക്കളയുന്നവരായിട്ടല്ല, കർത്താവിനെ റിസീവ് ചെയ്യുന്നവരായിട്ട് മാറണം. സ്തോത്രം. ഈ അത്ഭുതം സംഭവിച്ച മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞാൻ നിന്റെ കൂടെ നിന്നോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐറണിയായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം 5000-10,000 പേര് യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമുണ്ട്. കാരണം he can just stick along with him. അതൊരു വലിയ സംഭവമല്ല. അതുപോലെ യേശു ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടത് ആര്? രക്തസ്രാവത്തിനായ സ്ത്രീ. ചില മഹത്വങ്ങൾ, ചില ഗ്ലോറികൾ, ചില വിടുതലുകൾ സംഭവിക്കുമ്പോൾ ഒന്ന് തൊടുന്നതും ഒന്ന് ഇരിക്കുന്നതും എല്ലാവരെയും പോലെ അല്ല കേട്ടോ. കർത്താവിനെ ആ പ്രസൻസിനെയാണ് നമ്മൾ സീക്ക് ചെയ്തത്. കാരണം കർത്താവിനെ കൂടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കാനോ എവിടെയെങ്കിലും പോയിരിക്കുമെന്നല്ല, കർത്താവ് എവിടെയാണോ ഉള്ളത് അവിടെ ഇരിക്കാൻ ഓഫ്കോഴ്സ് പെർമിഷൻ വേണം. കാരണം അത് ഡിസൈപ്പിൾസിന് മാത്രം അവകാശപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ദൈവം ആ പിശാച് വിട്ടുപോയ മനുഷ്യൻ കർത്താവിനോട് കൂടെ ഇരിക്കുവാനുള്ള അനുവാദം. സ്തോത്രം. ഇന്ന് പകൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആ സാന്നിധ്യത്തെ റിസീവ് ചെയ്യുന്ന ഒരു ആത്മാവ് നമ്മൾ വ്യാപിക്കണം. സ്തോത്രം. അന്ന് കർത്താവ് ഫിസിക്കലി ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത്, ഞാൻ കൂടെ ഇരുന്നോട്ടെ. പക്ഷെ ഇന്ന് കർത്താവിന്റെ ആത്മാവാണ്. കർത്താവിന്റെ ആ സാന്നിധ്യത്തിൽ നാം ഇരിക്കുമ്പോൾ, കർത്താവിന്റെ ആ ശക്തിയെ റിസീവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. കാരണം കർത്താവിന്റെ കൂടെ ഇരുന്നാലേ കർത്താവ് എന്തോ പറയുന്നേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കർത്താവ് കൂടെ ഇരുന്നാലേ നമ്മളെന്തോ കർത്താവിനോട് പറയുന്നത് കർത്താവിനോട് എത്തത്തുള്ളൂ. നമ്മൾ രണ്ട് സ്ഥലത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ കരഞ്ഞിട്ട് നിരാശപ്പെടുന്ന ഒരു കാര്യമില്ല. സ്തോത്രം. ഇന്ന് പകൽ നാം ചിന്തിക്കേണ്ടത്, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ കർത്താവിനോട് ഒരു സ്റ്റെപ്പ് നമ്മുടെ ആദ്യം മുന്നേ ഫെസിലിറ്റേഷനിൽ പറഞ്ഞു, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കർത്താവിന് വേണം. കർത്താവിനോട് അടുത്ത് വരുമ്പോൾ കർത്താവ് അതിൽ കൂടി നമ്മളോട് അടുക്കുന്ന ദൈവമാണ്. എന്നാൽ
യേശു അത്ഭുതങ്ങളൊക്കെയും ചെയ്ത് എല്ലാവരോടും പറഞ്ഞത് ഇത് ആരോടും പറയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. പക്ഷെ ഈ മനുഷ്യരോട് പറഞ്ഞത് വേണ്ട, നീ പോയി ഈ ദേശത്തൊക്കെയും ഇത് അറിയിക്കും. കാരണം യേശുവിന് അറിയാം ബാക്കിയുള്ള എല്ലാവരും ആ അത്ഭുതത്തെ അതിനെ മാത്രം അല്ലെങ്കിൽ ആ കിട്ടിയ അനുഭവത്തെ മാത്രം കൊണ്ടുപോയി അതിന്റെ സോഴ്സിനെ എംബ്രേസ് ചെയ്തില്ല. എന്നാൽ യേശുവിനെ അവർ എംബ്രേസ് ചെയ്തപ്പോഴാണ് യേശുവിന് മനസ്സിലായി ഇവരോട് അമർച്ചയായിട്ടല്ല പറഞ്ഞത്, നീ പോയി സംസാരിക്കും. കാരണം നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തെ സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ ശക്തിയെ നാം മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ there are heavenly appointments, സ്വർഗീയ നിയോഗങ്ങളാണ് നമ്മുടെ തലയിൽ വീഴാൻ പോകുന്നത്. the mantle of അഭിഷേകത്തിന്റെ അപ്പുതപ്പ് നമ്മുടെ മേൽ കർത്താവ് ഇടും. അപ്പോഴാണ് ഈ ഭൂതഗ്രസ്തനായ മനുഷ്യനെ ദൈവം പറയുന്നു, യു ഗോ ടു ദ ഗെരസേന ദേശം മുഴുവൻ പോയി നീ കർത്താവിന്റെ ഞാൻ ചെയ്തത് നീ പറ. ബാക്കിയുള്ളവരോട് പറഞ്ഞു നീ ആരോടും പറയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചു. ബിക്കോസ് ഹി ചോസ് ജീസസ്. കർത്താവിനോട് കൂടെ ഇരിക്കുവാനുള്ള അനുവാദമാണ് അവൻ ചോദിച്ചത്. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ സിറ്റുവേഷൻസ് എന്തുമായിക്കോട്ടെ, ജീവിതത്തിലെ ഏത് മാന്യതകൾ നഷ്ടപ്പെട്ടവരായിക്കോട്ടെ, എവിടെ നമ്മൾ ബ്രോക്കൺ ആയിക്കോട്ടെ, അത് നമ്മുടെ സഹോദരിമാരെന്നുള്ള ലിമിറ്റേഷൻസ് ആയിക്കോട്ടെ, ഡസന്റ് മാറ്റർ. കാരണം കർത്താവിനോട് അപ്പ അങ്ങയുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ റൈസ് ആൻഡ് ഷൈൻ. ഞാൻ വീണ് പോയെടുത്ത് അല്ലെങ്കിൽ എന്റെ കർത്താവിനെ ഞാൻ ലിമിറ്റ് ചെയ്ത സ്ഥാനത്ത് ഇനി ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, എന്റെ കർത്താവിനെ പ്രസ്തുതമാക്കുന്ന ഒരു അഭിഷേകം തരണമേ. അനേകരോട് എന്റെ യേശുവിന്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ ആ ഗെരസേന ദേശത്ത് ആ ഭൂതഗ്രസ്തൻ പറഞ്ഞതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ യേശുവിനെ കുറിച്ച് പറയുന്ന അഭിഷേകം എന്റെ ജീവിതത്തിൽ തരണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വരണം. ആ പ്രാർത്ഥന നടക്കേണ്ടത് നമ്മുടെ മുറിയിൽ ദൈവസ്വരത്തിൽ അഭിഷേകത്തോടെ അവന്റെ പാദപീഠത്തിൽ നാം ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള ആ ഒരു നിയോഗങ്ങളെ തരും, അഭിഷേകങ്ങളെ ദൈവം നമുക്ക് തരും. നിയോഗങ്ങളുടെ ആ പതിപ്പ് നമ്മുടെ അപ്പോൾ നാം എഴുന്നേറ്റ് ഈ ദേശത്തിൽ മേൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ദീപങ്ങളായ കർത്താവ് നാം ഓരോരുത്തരെയും സ്വർഗം നമ്മളെ നിറയ്ക്കും. സ്തോത്രം. ഒന്നിനെ കുറിച്ചും പതരരുത്. കർത്താവ് നമ്മളെ തേടി വരും. കർത്താവ് നമുക്ക് ആരും നമ്മളെ നോക്കണ്ട, ആരും റെക്കമെൻഡ് ചെയ്യേണ്ട. സ്വർഗത്തിന്റെ ക്രൂശിലെ രക്തത്താൽ നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞു. ഓൾറെഡി വി ആർ ഇൻ ക്രൈസ്റ്റ്. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ആ വലിയ മഹത്വത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നവരായി, ആ മഹത്വത്തെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പാത്രങ്ങളായി സ്വർഗം നാം ഓരോരുത്തരെയും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഒരു KPC എക്സിക്യൂട്ടീവ്സിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു.